ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുതിയ ഒരു ഗ്ലിറ്റർ ട്യൂബ്, അതായത് തുടക്കക്കാർക്കൊക്കെ അറിയാൻ വേണ്ടിയും ഗ്ലിറ്റർ ട്യൂബ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക, എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന എന്താണെന്നും പിന്നെ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് കൊണ്ട് എങ്ങനെയാണ് ഹെയർ ബാൻഡ് ചെയ്യുന്നതെന്നുള്ളതൊക്കെ പറഞ്ഞു തരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ തുടക്കക്കാരായ നിങ്ങൾക്ക് ഓരോ ഐറ്റംസ് കാണുമ്പോൾ അതിന്റെ പേരോ അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്നോ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നൊക്കെ ഒരു ഐഡിയ കാണത്തില്ലായിരിക്കും. അപ്പൊ അവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. അപ്പൊ ഇതാണ് ഗ്ലിറ്റർ ട്യൂബ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് എല്ലാ കളറും അവൈലബിൾ ആണ്. നമുക്ക് ഏത് കളറും ഇത് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഇതാണ് സാധനം. അപ്പൊ ഇത് ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ഇത്രയും കളറാണ്. 8-9ഓളം കളറ് നമ്മുടെ കയ്യിലിരിപ്പുണ്ട് സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനമൊക്കെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് എങ്ങനെയാണ് ഹെയർ ബാൻഡ് ചെയ്യുന്നതെന്നുള്ളതിന്റെ പലർക്കും ഓരോ ഐഡിയ ഒന്നും കാണത്തില്ല. അപ്പൊ അവർക്കായിട്ട് നമ്മൾ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് ഉപയോഗിക്കുന്ന ഇതുപോലത്തെ ഒരു വയർ ബോ വെച്ചിട്ടാണ്. ഇതാണ് വയർ ബോ. ഇത് ഇതും കൊണ്ടാണ് നമ്മൾ ഈ ഗ്ലിറ്റർ ട്യൂബ് ഉപയോഗിച്ച് ഹെയർ ബാൻഡ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് വാങ്ങിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും വാങ്ങിക്കേണ്ട ഹെയർ ബാൻഡ് എന്ന് പറയുമ്പം ഇതാണ് വാങ്ങിക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ഗോൾഡും പിന്നെ അതുപോലെ സിൽവറും ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഏതാണോ വേണ്ടത് അതനുസരിച്ച് വാങ്ങിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് എങ്ങനെയാണ് ഹെയർ ബാൻഡ് ചെയ്യുന്നതെന്നുള്ളത് കാണാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഗ്ലൂ ഒന്നും ഉപയോഗിക്കാതെ ഇല്ലാതെ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഒരു ഗ്ലൂ എടുക്കാനൊന്നും കാണത്തില്ല. ഇതൊരു ആദ്യ തുടക്കക്കാരാണ്. അപ്പൊ ഈ ഒരു ഐറ്റംസ് പിന്നെ ഹെയർ ബാൻഡ് ചെയ്ത് സെയിലാകുമോ എന്നൊക്കെ ഡൗട്ട് കാണും. അപ്പൊ അവർക്കൊക്കെ ഫസ്റ്റ് നിങ്ങൾ ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്ലൂവിന്റെ ആവശ്യം വരുന്നില്ല. ഈ ഒരു സംഭവം വെച്ച് ചെയ്യുവാണെങ്കിൽ അതിന് പകരമായിട്ട് നമ്മളൊരു എൻഡ് ടേപ്പ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ ഒരു എൻഡ് ടേപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന്റെ എൻഡ് ഭാഗത്ത് ഇത് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാം. അപ്പൊ നമുക്ക് അതിനാവശ്യമായിട്ട് വേണ്ട ഒരു ഐറ്റമാണ് ഈ ഒരു വയർ ബോ. അപ്പൊ ഈ ഒരു വയർ ബോ പ്രധാനമായിട്ടും ആവശ്യമുള്ളതാണ്. അപ്പോൾ ഈ ഒരു വയർ ബോ വെച്ചിട്ട് നമുക്ക് ഗ്ലിറ്റർ ട്യൂബിന്റെ ഹെയർ ബാൻഡും മേക്ക് ചെയ്യാം. അതുപോലെ തന്നെ ബീഡ്സ് വെച്ചിട്ടും ഹെയർ ബാൻഡ് മേക്ക് ചെയ്യാം. അപ്പൊ ബീഡ്സ് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ഗ്ലൂ ആവശ്യമാണ്. കാരണം ചില പിന്നെ ബീഡ്സിനൊക്കെ അതിന്റെ ഹോളിന് വലിപ്പം കൂടുതലായിരിക്കും. അപ്പം അതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു എല്ലാം അത് തന്നെ. നമ്മൾ ഈ ഒരു ഫ്ലവർ ബീഡ്സ്, ഇതാണ് ഫ്ലവർ ബീഡ്സ്. അപ്പൊ ഈ ഒരു ബീഡ്സ് നമ്മൾ ഈ ഒരു ഹെയർ ബാൻഡ് ഈ ഒരു വയർ ബോ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ നമ്മളൊരു കുറെ ഇങ്ങനെ ഇടുമല്ലോ. നമ്മളിത് നമ്മുടെ ഇഷ്ടം, നമ്മുടെ എങ്ങനെയാണോ ചെയ്യുന്നത്, നമ്മുടെ ഒരു ഐഡിയക്ക് അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് ഹെയർ ബാൻഡ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലൂ ഉപയോഗിക്കാതെ ഈ ഒരു ബീഡ്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കണ്ടോ? ഇത് ഇപ്പുറത്തുണ്ടെങ്കിൽ തന്നെയും ഒരെണ്ണം ഇങ്ങനെ ഇരിക്കും, ചിലത് ഇങ്ങനെ ഇരിക്കും, ചിലത് മറിഞ്ഞിരിക്കും. അങ്ങനെ പല രീതിയിൽ ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ അതിനായിട്ട് നമ്മൾ ഗ്ലൂ ആവശ്യമാണ്. അപ്പൊ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ബീഡ്സ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുവാണെങ്കിൽ അതേപോലെ തന്നെ ഇങ്ങനെ ഇരുന്നോളും. എന്നാൽ നമ്മൾ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് ഉപയോഗിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ഗ്ലൂവിന്റെ ആവശ്യമില്ല. ഈ ഒരു ഗ്ലിറ്റർ ട്യൂബും ഇതുപോലത്തെ ഒരു ഹെയർ ബാൻഡും ഇങ്ങനൊരു എൻഡ് ടേപ്പും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ എളുപ്പത്തിൽ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. കൂടാതെ ഈ ഒരു ഓരോന്നോരോന്നായിട്ട് ഇപ്പം ഈ ഒരു വൈറ്റിന്റെ ഡ്രസ്സിനനുസരിച്ച് നമുക്കൊരു ഹെയർ ബാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വൈറ്റിന്റെ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് എടുത്തിട്ട് ഹെയർ ബാൻഡ് ചെയ്ത് കുട്ടികൾക്കൊക്കെ സെയിൽ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കാണെങ്കിലും ഇതുപോലെ ചെയ്തെടുത്ത് അവർക്ക് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ്, ഈ ഒരു വയർ ബോയിൽ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് നമുക്ക് ഈ ഒരു കളറ് ഗ്ലിറ്റർ ട്യൂബാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ഇതിന്റെ സൈസ് തന്നെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിട്ട് കഴിയുമ്പോൾ മനസ്സിലാകും. അപ്പൊ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബിന്റെ ഈ ഒരു നടുവിലായിട്ട് ഇങ്ങനെ ഒരു ഹോൾ ഉണ്ട്. കണ്ടോ? ഈ ഒരു ഹോളിൽ കൂടാണ് ഈ ഒരു വയർ ബോ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഇതുപോലെ നമ്മൾ ഈസി ആയിട്ട് തന്നെയാണ്, അത്ര പാടൊന്നുമില്ല. കണ്ടോ? ഈസി ആയിട്ട് തന്നെ കയറിപ്പോവും. അഥവാ വലിയ സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഇട്ട് പൊക്കോളും.
അപ്പൊ ഇതുപോലെ നമുക്ക് ഇത്രയേ ഉള്ളൂ ഈ ഒരു ഹെയർ ബാൻഡിന്റെ പണി എന്ന് പറയുന്നത്. വലിയ താമസമൊന്നുമില്ല. നമ്മള് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പം ഒരു 10, 12 ഹെയർ ബാൻഡ് ഒക്കെ ഒരു 5 മിനിറ്റിനുള്ളിൽ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഹെയർ ബാൻഡ് ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് മാത്രം ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം ഇതുപോലത്തെ എൻഡ് ടേപ്പ് എടുത്ത് ഈ ഒരു ഇത്ര ഒരു സൈസ് ഇങ്ങനെ എടുത്ത് കട്ട് ചെയ്തിട്ട്, അപ്പൊ ഇതിന്റെ ഈ സൈഡിൽ ഒരു പശയുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു പേപ്പർ ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്ത ശേഷം നമ്മൾ ഈ ഒരു ഇതിട്ട് കൊടുത്തല്ലോ. അപ്പൊ ഇതിന്റെ ഈ ഭാഗം നമ്മള് കുഞ്ഞുങ്ങളുടെ തലയിൽ കൊണ്ടുകയറാൻ ചാൻസ് ഉണ്ട്. അത് തന്നെയല്ല ഇങ്ങനെ ഊരി പോരാനും ചാൻസ് ഉണ്ട്. അപ്പൊ അതിനായിട്ട് നമ്മള് ഗ്ലൂ ഒന്നും ആവശ്യമില്ല. അപ്പൊ അതിന് പകരം ഇതുപോലത്തെ എൻഡ് ടേപ്പ് ഇത്ര സൈസിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ അതവിടെ ഫിറ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. എന്നാൽ ആ കുഞ്ഞുങ്ങൾ തലയിൽ കൊണ്ടുകയറുകയോ ഒന്നും ചെയ്യത്തില്ല. വളരെ ഭംഗിയുമാണ്. കണ്ടോ? ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ സൈഡും അതുപോലെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ നല്ലൊരു ഹെയർ ബാൻഡ് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ? അപ്പൊ ഇതുപോലത്തെ ഹെയർ ബാൻഡ് തുടക്കക്കാരായ നിങ്ങൾക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് വലിയ ഒത്തിരി സമയം വേണ്ടി വരത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഡ്രസ്സിനനുസരിച്ച് ഇതുപോലത്തെ കളർ വാങ്ങിച്ചിട്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് വെച്ചിട്ട് നമുക്ക് ബീഡ്സ് വെച്ചിട്ടും ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ഇതാണ് ചെയ്തത്. ഇതുപോലെ നമ്മൾ കുറച്ച് ഭാഗമായിട്ട് ഗ്ലിറ്റർ ട്യൂബ് ഈ 2 സൈഡിലും ഒരേപോലെ കട്ട് ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു ബീഡ്സ് ഇതുപോലത്തെ പല കളർ ബീഡ്സ് നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണോ ഉള്ളത് ആ ഒരു ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടും ഇങ്ങനെ ഹെയർ ബാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ബീഡ്സിന്റെ വരുമ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യണമെന്ന്. ഇല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ മാറിയും തിരിഞ്ഞൊക്കെ വരും. അപ്പൊ അതുകൊണ്ടാണ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ബീഡ്സിന്റെ ഒക്കെ ചെയ്യുവാണെങ്കിൽ അത് ശ്രദ്ധിക്കുക. ഇപ്പൊ ഈ ഒരു ഗ്ലിറ്റർ ട്യൂബ് മാത്രമായിട്ട് ചെയ്യുവാണെങ്കിൽ ഗ്ലൂവിന്റെ ആവശ്യമില്ല. ഇതുപോലത്തെ ഒരു എൻഡ് ടേപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നല്ലൊരു ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഏകദേശം 55 രൂപയ്ക്കൊക്കെ നമുക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും. അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ളതും കാണാൻ നല്ല ഭംഗിയുള്ളതും കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്നതുമായ ഹെയർ ബാൻഡാണിത്. അപ്പൊ ഇങ്ങനത്തെ ഹെയർ ബാൻഡ് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ്സിൽ ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു വരുമാനത്തിൽ എത്തിച്ചേരാം. അതുപോലെ പാർട്ട് ടൈം ആയിട്ടൊക്കെ ചെയ്തെടുക്കാം. നിങ്ങളുടെ സമയം പോലൊക്കെ ഹെയർ ബാൻഡ് ഇതുപോലെ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഇടാം. അതുപോലെ ഫേസ്ബുക്കിൽ ഇടാം. അങ്ങനെ ഓൺലൈനിൽ തന്നെ നമുക്ക് ഇത് സെയിൽ ചെയ്തെടുക്കാം. ഓഫ്ലൈനിലും ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രണ്ട്സിനോടും നമ്മുടെ അയൽപക്കക്കാരോടും നമ്മൾ ആരൊക്കെ പരിചയപ്പെടുന്നു അവരോടൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവരോട് പറയുക. അപ്പൊ അവർക്കും മനസ്സിലാകും നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അവർക്ക് ഏതൊരു അവസരത്തിൽ ഇങ്ങനത്തെ ഹെയർ ബാൻഡ് ഒക്കെ വേണമെന്ന് ആവശ്യമുള്ളവർ ആ സമയത്ത് നമ്മളെ കോണ്ടാക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ എങ്ങനെ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് തന്നെ സെയിൽ ആയിക്കോളും. അപ്പൊ ഇതുപോലത്തെ ഹെയർ ബാൻഡ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിപ്പം വലിയ വലിയ വിലകൾ കൊടുത്ത് പുറത്ത് പോയി വാങ്ങിക്കുന്നേക്കാളും നല്ലത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഹെയർ ബാൻഡ് മേക്ക് ചെയ്തെടുക്കാനും സാധിക്കും. അപ്പൊ ഇതുപോലത്തെ ഹെയർ ബാൻഡ് ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. ഇല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഹെയർ ബാൻഡ് നമുക്ക് തന്നെ ഉണ്ടാക്കി അവർക്ക് കൊടുക്കാനും സാധിക്കും. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.